ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേബീസിനും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുറവ് ഷുഗറിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് എടുക്കേണ്ടത് എനി കൈൻഡ് ഓഫ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ന്യൂട്രി ചോയ്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആ വലിയ പാക്ക് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് തികയില്ല എന്ന് വെച്ചിട്ടാണ് ചെറുത് എപ്പോഴും വാങ്ങിച്ചു വയ്ക്കാറ്. ബട്ട് ആ വലിയ പാക്കിൻ്റെ ഫുള്ള് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഒന്നുമില്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഏതെങ്കിലും ഒരു മറ്റേ ഇടിക്കണ കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്താലും മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ അതിന് ഒരു 10 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ച് ബട്ടർ എടുത്തിട്ടും ചെയ്യാൻ പറ്റും. അതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗറാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഡ്രൈ ആവുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് ആ കറക്റ്റ് നമ്മൾ പുട്ടൊക്കെ പിടിക്കുമ്പോൾ ഉള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ലേ, ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ കട്ടിയാവണം, എന്നാൽ തൊട്ടാൽ പൊടിയണം, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് എനിക്കൊക്കെ ബേസ്, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ബേസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ വേണമെങ്കിൽ ബേസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാത്രം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിൻ്റെ ഉള്ളിലും അതുപോലെ ഉണ്ടാക്കാം. പക്ഷേ അതിനെ കമഴ്ത്തി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചില്ല് പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിംഗിൾ സെർവിങ്സിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെജ് ജെലറ്റിനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഇട്ടിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ. അതനുസരിച്ച് ഓരോ ജെലറ്റിനും ഓരോ പ്രിപ്പറേഷനായിരിക്കും, അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് 400 ഗ്രാമാണ് പനീർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ കുഞ്ഞു പാത്രത്തിലാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, എനിക്ക് തോന്നുന്നൊരു 100 ഗ്രാമോ 200 ഗ്രാമോ മാത്രം മതി. അതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ മധുരം കുറവാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്ര ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി ഇട്ടുണ്ട്, എന്നാലേ ഒരു ടാങ്കിനെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലവർക്ക് ആ നല്ലോണം ഒരു ഫ്ലേവർ, ഒരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ആ പ്രിപ്പയർഡ് ആയിട്ടുള്ള ജെലറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ക്രസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ അത് കുറച്ച് തിക്കാവുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഈ പ്രിപ്പയർഡ് ആയിട്ടുള്ള സാധനം, അതായത് വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി, അതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി വരുമ്പോൾ അതിനെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക. രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് ആണ് നല്ലത്. അല്ലെങ്കിൽ രാവിലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റണ പോലെ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം. ഇതുപോലെ കുഞ്ഞു സെർവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കണം. ബട്ട് ഇതാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു ബൗൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷണൽ ആട്ടോ. എനിക്ക് കുറച്ച് പുളി മധുരമൊക്കെ ഒരുമിച്ചുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തത്. ഇതേ സാധനം ചോപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ബ്ലെൻഡറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ജാമായിട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ജാം ഉണ്ടാക്കുമ്പോൾ അതിൽ ശർക്കരയാണ് ഇടാറ്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ആയതുകൊണ്ട് ഞാനിതിൽ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 1-2 ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിലിരിക്കുള്ളൂ. ജാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറേ ദിവസം ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ഉണ്ടാക്കരുത്. ഇപ്പോൾ ഇതിൽ സ്ട്രോബെറിയോ കിവിയോ ഏത് ഫ്രൂട്ട് വേണോ അതുകൊണ്ട് ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം കൂടി മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഇത്തിരി ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഡാലപ്പ് പോലെ ഇട്ടാൽ മതി.
വളരെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള ചീസ് കേക്ക് റെഡിയാണ്. ഇതിന് ഒരു ബുദ്ധിമുട്ട്, ബേക്കിംഗ് ഇല്ല, എഗ്ഗ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കായാലും വീട്ടിലെല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൊണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഷുഗർ, അങ്ങനെ വീട്ടിലുള്ള കുറച്ച് കൂടി മുതിർന്ന ആൾക്കാർക്ക് ഷുഗറൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.